QR കോഡ് വഴി കയറുകയാണ് വാഹൻ സാരഥി സൈറ്റിലേക്കാണ്. അവിടെ നിന്ന് ഇൻ്റർനാഷണലി സ്കാൻ ചെയ്യുമ്പോഴും നേരെ വാഹൻ സൈറ്റിലേക്കാണ് പോകുന്നത് ഈ QR കോഡ്. ഗവൺമെൻറ് സീറ്റ് ആവശ്യമില്ല, ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ് വാഹൻ സൈറ്റ്, ഇന്ത്യ ഗവൺമെൻറ് സൈറ്റ്. സർ, നമുക്ക് ഈ ലൈസൻസ് ഉള്ളവർക്ക് ഈ റോഡിൽ പാലിക്കേണ്ട ഒരു ബേസിക് എത്തിക്കേറ്റ് ഉണ്ട്. അത് പലരും അറിയത്ത് പോലുമില്ല. പാർക്കിംഗ് സെൻസ് ഇല്ല, ഡ്രൈവിംഗ് സെൻസ് ഇല്ല. അപ്പോൾ ഇവരെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ തലത്തിലും അതുപോലെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓഡിയോ വിഷ്വൽ ക്ലാസ്സസ് നടത്തുന്നതിനെ കുറിച്ച് അങ്ങ് ചിന്തിച്ചു. സർ, KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ ഇത് ചെയ്യുന്നുണ്ട്, ഓഡിയോ വിഷ്വൽ ക്ലാസ് നടത്തുന്നുണ്ട്. പിന്നെ ഈ റിവേഴ്സ് പാർക്കിംഗ്, സൈഡ് പാർക്കിംഗ്, ഇങ്ങനെ പലതരം പാർക്കിംഗ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്, ഇൻ്റർനാഷണലി ഉള്ളൊരു കാര്യമാണ്. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്ക് ഈ റിവേഴ്സ് പാർക്കിങ്ങുള്ള ബോക്സ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ പുതിയ ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ പല ഡ്രൈവിംഗ് സ്കൂളുകളും അപേക്ഷ വന്നിട്ടുണ്ട്. അവർക്ക് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്റർ പുതിയ സെൻറ്റർ, അവർക്കെല്ലാം കൊടുക്കുന്ന ഡിസൈൻ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡിസൈൻ മാറ്റാൻ വേണ്ടി എന്നുള്ളത് മാറ്റിക്കൊണ്ട് വണ്ടി റിവേഴ്സ് പാർക്കിങ്, സൈഡ് പാർക്കിങ്, അതുപോലെ സിക്സാഗായിട്ട് ഡ്രൈവ് ചെയ്യുക, പിന്നെ കയറ്റത്തിൽ നിർത്തി വണ്ടി എടുക്കണം. ആരും ചെയ്യാറില്ല. കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞാൽ പുറമോട്ട് ഇറങ്ങി വരികയാണ്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് റെഡിയാക്കുകയാണ്. അതിന് ഇപ്പോൾ പുതുതായി അപേക്ഷിച്ച എല്ലാവർക്കും ഡ്രൈവിംഗ് സ്കൂൾ 3 ഏക്കർ വരെ എടുത്ത് വന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഇതാണ്. അപ്പോൾ പല ഭാഗത്തായിട്ട് ഇത് പഠിപ്പിക്കും. തിയറി ക്ലാസ് വേണം, ഓഡിയോ വിഷ്വൽ ക്ലാസ് മുറി KSRTC ഒരുക്കിയതുപോലെ എല്ലാവരും ഒരുക്കണം.